നാഥന്റെ ഇണക്കുരുവികൾ ഭാഗം 18. ആശി പെട്ടെന്ന് ഹനയുടെ പർദ്ദയും തട്ടവും നിക്കാവും എല്ലാം എടുത്തു കൊടുത്തു. ഉമ്മാനോട് പെട്ടെന്ന് റെഡിയാവാനും പറഞ്ഞു. ഷഹീന്റെ കൂടെ സുമി ഹോസ്പിറ്റലിലേക്ക് വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അഹമ്മദ്ക്ക ബാഗും സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് എടുത്തു വെക്കുന്ന തിരക്കിലാണ്. ഉപ്പ, ഞങ്ങൾ പോയി വരാ, ദുആ ചെയ്യട്ടോ. ഹനയുടെ ആ വാക്ക് കേട്ടപ്പോ സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നു. അഹമ്മദ്ക്ക കണ്ണു തുടച്ചു. കാത്തിരിപ്പിന്റെ നിമിഷങ്ങള്. ഹനയുടെ കൂടെ ആശി ലേബർ റൂമിലാണ്. രണ്ടു ഉമ്മമാരും പുറത്ത് ആകാംക്ഷയിലിരിക്കുകയാണ്. ഹനക്ക് വേദന നല്ലോണം ഉണ്ടെന്നും പ്രസവം ഒപ്പം തന്നെ ഉണ്ടാവുമെന്നും നേഴ്സ് വന്ന് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട്. ആശിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം. ഉള്ളിൽ വല്ലാത്ത പേടിയുണ്ട്, പുറത്ത് കാണിക്കുന്നില്ല. വേദന കൊണ്ട് പുളയുന്ന ഹന കൈകൊണ്ട് ആശയെ ഇറുക്കി പിടിച്ചിരിക്കുന്നു. തന്റെ പ്രിയതമയുടെ ഈ ഒരവസ്ഥ അവന് സഹിക്കാനാവുന്നില്ലെങ്കിലും അവൾക്ക് സമാധാനത്തിന് തലോടലുകൾ കൊടുത്തുകൊണ്ടേയിരുന്നു. ആശയുടെ ചുണ്ടുകൾ ചലിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഹനയുടെ മേലെ ഒതുകയും ചെയ്യുന്നു. കയ്യില് ഹനയുടെ പിടുത്തം വല്ലാതൊന്ന് മുറുകിയതും കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതും ഒപ്പമായിരുന്നു. ഒരു നേഴ്സ് പുറത്തേക്ക് ഓടി. ഫാത്തിമ, ഹന പ്രസവിച്ചു, ആൺകുട്ടിയാണ്. അൽഹംദുലില്ലാ. ആ മാതൃഹൃദയങ്ങള് റബ്ബിനെ സ്തുതിച്ചു. കുട്ടി പുറത്തേക്ക് വന്നതും നേരെ കുട്ടിയെ എടുത്ത് ഹനയുടെ നെടുത്തേക്ക് വെക്കാനൊരുങ്ങിയ നേഴ്സിനെ അതിന് സമ്മതിക്കാതെ വിറക്കുന്ന കൈകൊണ്ട് ആശി കുഞ്ഞിനെ വാങ്ങി മെല്ലെ ഒരു ഭാഗത്തേക്ക് മാറി കിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് ബാങ്കും ഇക്കാമത്ത് കൊടുത്തു. സന്തോഷത്തിന് അതിരില്ല. ആ കുഞ്ഞു മുഖം ചുണ്ടുകൾ അടുത്തേക്ക് അടുപ്പിച്ചപ്പോൾ, വേണ്ട, ആദ്യം എന്റെ ഹനു മുത്തം കൊടുക്കട്ടെ, എന്നിട്ട് മതി പാന്റെ മുത്തം. കുഞ്ഞിനെ മെല്ലെ ഹനയുടെ മറത്തോട്ട് കിടത്തി വാരി പുണർന്ന് മുത്തം കൊടുക്കുന്നതിലും ഒരു കൈകൊണ്ട് ആശയം മുറുക്കി പിടിക്കുന്ന ഹനയെ അവനൊന്ന് ശ്രദ്ധിച്ചു. ആ മുഖത്ത് എന്തൊരു സന്തോഷം! നേഴ്സുമാരെ കണ്ണു വെട്ടിച്ച് ഹനയുടെ നെറ്റിലൊരു സ്നേഹചുംബനം കൊടുത്തു. സന്തോഷ കണ്ണിനീര് ഹനയുടെ കവിളിലേക്ക് ഇറ്റി വീണു. ഇക്ക, നമ്മുടെ കുട്ടി. ഹനു, നിന്റെ കുട്ടിയെ ഞാനൊന്ന് എടുത്തോട്ടെ. രണ്ടുപേരും ഒന്ന് ചിരിച്ചു. വല്ലാത്തൊരു നിമിഷം. അഹമ്മദ് ഖാന്റെ വീട്ടില് സന്തോഷത്തിന് അതിരില്ല. രണ്ടുമ്മമാര് വീട്ടിലുണ്ടെങ്കിലും പണിയൊന്നും തീരുന്നില്ല. പേരക്കുട്ടിയെ എടുക്കുന്നതും കൊഞ്ചിപ്പിക്കുന്ന തിരക്ക് തന്നെ. ക്ലാസ് കഴിഞ്ഞു വന്നാല് പിന്നെ ഉറങ്ങുന്നത് വരെ കുട്ടി ആമയുടെ കയ്യിൽ തന്നെ. ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുന്നു. മുഹമ്മദ് സാലിഹ് എന്ന ഹനയുടെയും ആശയുടെയും പൊന്നുമോന് വളരുകയാണ്. ഇക്ക, സാലിക്ക് നാളേക്ക് 4 വയസ്സ് തികയല്ലേ? എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കഴിയുന്നതല്ലേ? ആ ഹനു, നമ്മുടെ ആയുസാണ് കൊഴിഞ്ഞു പോകുന്നത്. ദുനിയാവിൽ നമുക്ക് കണക്കാക്കിയതിൽ നിന്ന് ഓരോ നിമിഷം കഴിയുമ്പോഴും നമ്മൾ ഖേദിക്കണം ഹനു. നാളേക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കണം ഹനു. ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരും പരസ്പരം മരണത്തെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. അഹമ്മദ് ഖാന്റെ വീട്ടില് വീണ്ടും വലിയ പന്തലും ആരവങ്ങളൊക്കെ ഒരുങ്ങി. ആദിലിന്റെയും ആമിനയുടെയും കല്യാണമാണ്. കൂട്ടവും കുടുംബവും എല്ലാവരും എത്തിയിട്ടുണ്ട്. ആകെ തിരക്കും ബഹളമാണ്. ഓരോ കുസൃതികൾ കാണിച്ച് സാലിമോനും എല്ലായിടത്തും ഓടിയെത്തുന്നുണ്ട്. ആമി പോകുന്നതില് വളരെ സങ്കടത്തിലാണ് ഹന. കൂട്ടുകാരികളെ പോലെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നതാ. അവളിന്ന് മറ്റൊരു വീട്ടിലേക്ക്. പകരം കൂട്ടിന് ആദിയുടെ പെണ്ണായി നാസിയ വരുന്നു. ആ സന്തോഷം മറ്റൊരു ഭാഗത്ത്. വൈകുന്നേരമായപ്പോഴേക്കും ഏതാണ്ട് ഒച്ചയും ബഹളവും ഒക്കെ തുടങ്ങി. ഒക്കെ റാഹത്തായി നടന്നു. ആമി പോയി, നാസി വന്നു. അങ്ങനെ തന്നെയല്ലേ എല്ലാവരുടെയും ജീവിതം. അവനവനക്ക് ഏകിയിടത്തേക്ക് ആ നേരമാകുമ്പോൾ പോകേണ്ടി വരില്ലേ? അത് തന്നെയല്ലേ ജീവിതം. അന്നത്തെ ക്ഷീണം കാരണം വീട്ടിൽ നേരത്തെ ലേറ്റ് അണഞ്ഞു. അഹമ്മദ് ഖാന്റെ വീട്ടിലിപ്പോ 2 കുടുംബമായി. മൂത്ത മകനും ഭാര്യയും കുട്ടിയും, രണ്ടാമത്തെ മകനും ഭാര്യയും. പലരുടെയും ചോദ്യങ്ങൾ വന്നു തുടങ്ങി. ആശി, വീട് വെക്കുന്നൊന്നുമില്ലേ? അനോ, നമുക്ക് വീട് വെക്കാനൊക്കെ ഒരുങ്ങണ്ടേ? സാലി വളരുകയാണ്. ആ ഇക്ക, വീടൊക്കെ വേണം. ഉപ്പ വാങ്ങിയിട്ട സ്ഥലമില്ലേ ടൗണിനടുത്ത്? അവിടെ വീട് വെക്കാലോ എന്നൊക്കെയാണ് ഉമ്മ പറയുന്നത്. ഇക്ക, നമുക്ക് പുതിയ വീട് തന്നെ വേണോ? അതെന്താ അനു അങ്ങനെ ചോദിക്കുന്നേ? അല്ല ഇക്ക, എനിക്ക് സ്വന്തമായി വീടും തൊടിയും പറമ്പും ഒക്കെ ഇല്ലേ? കാണാൻ പഴയതായി എന്നുള്ളൂ. നല്ല വീട് തന്നെയല്ല അതും. അങ്ങനെ ഒരു വീട് നമുക്ക് ഉണ്ടായിക്കൊണ്ട് വേറൊരു വീട് നമ്മൾ വെക്കണോ? വീട് വെക്കാൻ ഉദ്ദേശിച്ച പണം കൊണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ? അനാവശ്യമായി ഇനിയൊരു വീട് വേണോ? ആശി അപ്പോഴാണ് അത് ഓർത്തത്. ഹന ജനിച്ചു വളർന്ന വീട്, ഫാത്തിമയുടെയും അനീഫ്കയുടെയും വീട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 നില വീട് തന്നെയാണല്ലോ അത്. അങ്ങനെ ഒരു വീട് അവിടെ ഉണ്ടാവുമ്പോൾ വേറെ വീട് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊന്ന് പെയിന്റ് അടിച്ച് ഉഷാറാക്കിയാൽ മതി. ആശിക്കും അത് തന്നെയാണ് നല്ലതെന്ന് തോന്നി. ഹനോ, എന്നാ പിന്നെ നമുക്ക് ആ വീട് മതി. ഞാനത് പാടെ മറന്നിരുന്നു. അങ്ങനെ ഒരു വീടുണ്ടായിട്ട്
ഇനി ഒരു വീട് വെക്കുക എന്നത് അഹങ്കാരാണോ? ആദ്യം വീടൊന്ന് ഉഷാറാക്കണം. ഉപ്പാനെ ഉമ്മാനൊക്കെ കൂട്ടി അവിടെ വരെ പോയി ഒന്ന് കാണിച്ചു കൊടുക്കണം. അവരുടെ അഭിപ്രായത്തില് എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ അവര് പറയട്ടെ. പഴയ വീട്ടിലേക്ക് മാറുക എന്നത് അഹമ്മദ് ആദ്യം ഒന്ന് നിരസിച്ചെങ്കിലും പിന്നെ മകന് പറയുന്നത് തന്നെയാണ് ശരിയെന്ന് മനസ്സിലായി. ഉപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ താല്പര്യം അനുസരിച്ച് വീടിന് ചില മാറ്റങ്ങളൊക്കെ വരുത്തി. മുറ്റമൊക്കെ ഒന്ന് ഉഷാറാക്കി. പണിക്കാരുടെ എല്ലാ തിരക്കും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. കണ്ടാൽ പഴയ വീടാണെന്ന് ഒരിക്കലും തോന്നില്ല. റോഡിനോട് ചേർന്ന് തന്നെയാണ് അത്യാവശ്യം വലിപ്പമുള്ള പുതിയൊരു വീട്. ഇന്റർലോക്ക് ചെയ്ത മുറ്റം. പണിയെല്ലാം കഴിഞ്ഞതല്ലേ, ഇനി അധികം അടച്ചിടണ്ട എന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെ ഒരു ദിവസം കുറിച്ച് പുതിയ വീട്ടിലേക്ക് താമസം മാറ്റി. വലിയ പരിപാടി തന്നെ ഉണ്ടാക്കി. കൂട്ടുകാരെയും കുടുംബക്കാരൊക്കെ വിളിച്ചു. മൗലിദ് നടത്തി. റാഹത്തായി തന്നെ കുടിയിരിക്കൽ കഴിഞ്ഞു. 2 ആഴ്ചയോളം വീട്ടിൽ നിന്നിരുന്ന ഉമ്മയും ഉപ്പയും സങ്കടത്തോടെയാണ് തിരിച്ചു പോയത്. അവരെയൊക്കെ വിട്ടു പോവാനും അവർക്ക് മനസ്സില്ല. അഹമ്മദ് കാക്ക് പോവാതിരിക്കാനും വയ്യ. ഹനയെ ആശയെയും സാലിമാനെയൊക്കെ വിട്ടു പോകുന്നതിൽ ആ ഉമ്മാക്കും ഉപ്പാക്കും വലിയ സങ്കടം ഉണ്ടായിരുന്നു. എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ എന്നൊരാശ്വാസത്തിലാണ് അവർ പോയത്. അങ്ങനെ പുതിയ വീട്ടില് ഹനയും ആശയും പൊന്നുമോനും സാലിയും അവരുടേതായ ജീവിതം. കാണാൻ പുതിയതാണെങ്കിലും ഹനക്ക് ആ വീട് പഴയതാണ്. ഒരുപാട് ഓർമ്മകളുള്ളതാണ്. എങ്ങോട്ട് നോക്കിയാലും ഉമ്മാന്റെയും ഉപ്പാന്റെയും ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന വീടാണിത്. റബ്ബേ, അൽഹംദുലില്ലാ, അധികം ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾക്കൊരു വീട് തന്നല്ലോ. ഇങ്ങനൊരു വീടിന് വേണ്ടി കൊതിക്കുന്നവർ എത്ര ആളുകളുണ്ടാവും. ഈ വീട്ടിൽ നീ ഹൈറും ബറക്കത്തും ചെയ്യണേ. ഓരോ അനുഗ്രഹത്തിന് മുന്നിലും റബ്ബിനെ സ്തുതിക്കാൻ അവർ മറന്നില്ല. ഇൻഷാ അല്ലാഹ് കഥയുടെ ബാക്കി ഭാഗം തുടരും. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.